ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ല കപ്പയ്ക്കൊക്കെ കൂട്ടാൻ പറ്റിയ നല്ല കുറുകിയ ചാറോടുകൂടിയുള്ള മീൻകറിയാണ്. നല്ല മോദ മീൻ കൊണ്ട് ഈ കുറുകിയ ചാറോടുകൂടിയ മീൻകറി ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു മീൻകറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് ഞാനൊരു 3 കപ്പ് വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 കഷ്ണം പുളിയിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് ആ പുളിവെള്ളം തിളച്ചിട്ടുണ്ട്. അതിലെ സത്തിറങ്ങുന്നത് വരെ നമുക്ക് വെച്ചിട്ട് ഒന്ന് അരിച്ചെടുത്ത് വെക്കാം. മീൻകറി വെക്കുന്നതിന് ഞാനൊരു മീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ ചൂടായി. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നല്ലപോലെ ചൂടായി. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉലുവയും ഇട്ട് കൊടുക്കാം. നന്നായിട്ട് പൊട്ടിയ കടുകും ഉലുവയിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇതിലേക്കൊരു 10 ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു പിടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയും കറിവേപ്പിലയൊക്കെ നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഫ്ലെയിം വളരെ കുറച്ച് വെച്ചുകൊണ്ട് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇടുക. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി അടിച്ചതും കൂടെ ചേർക്കാം. നല്ലതുപോലെ എണ്ണ തെളിയുന്നിടം വരെ നമുക്കൊന്നുകൂടെ വഴറ്റി കൊടുക്കാം. എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആ പുളി മാറ്റിയിട്ട് വെള്ളം മാത്രമായിട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഉപ്പൊക്കെ ചേർത്തതാണ്. ഇതൊന്ന് തിളയ്ക്കാനായിട്ട് അടച്ചു വെക്കാം. ഗ്രേവി നല്ലതുപോലെ തിളച്ചു. ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാൻ അതിനായിട്ട് 1/2 കിലോ മോദയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങളെല്ലാം നമുക്കൊന്ന് താഴ്ത്തി വെച്ച് കൊടുക്കാം. ഇതൊന്ന് വേകാനായിട്ട് വെക്കാം. ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ മീൻ കറി റെഡിയാകും. ഇടയ്ക്ക് മീനൊന്ന് ചുറ്റിച്ചു കൊടുക്കണം. അങ്ങനെ നല്ല കപ്പയ്ക്കൊക്കെ കൂട്ടാൻ പറ്റിയ മീൻ കറി റെഡി ആയിരിക്കുകയാണ്. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബായ്.